ഉൺഹയും കിമ്മും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാൻ സാധിക്കാതെയൊക്കെ ഇരിക്കുന്നത് ഉൺഹോയും മിയയും ശ്രദ്ധിക്കുകയാണ്. സോ ജുങ്ഹുൻ കൂടി അവിടെ എത്തിയതിനു ശേഷം എന്താണ് സംഭവം എന്നൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കും കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ജുങ്ഹുനും അവർ രണ്ടുപേരെയും കൂടി ഒന്നിച്ച് നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുവാനായിട്ട് ക്ഷണിക്കാം, അപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും സോൾവ് ആയിക്കോളും എന്നൊക്കെ അവനും പറയുകയാണ്. പക്ഷെ അവർ രണ്ടുപേരും ഒന്നിച്ച് ഒരിടത്തേക്കും പോകാറ് കൂടിയില്ല. അങ്ങനെ ഇരിക്കാണ് നമുക്കൊരു വെൽക്കം പാർട്ടിയൊക്കെ നടത്തിയാലോ എന്നൊക്കെ മിയയും ഓർക്കുന്നത്. അവർ മൂന്നുപേരും കൂടി നേരെ ജിയോന്റെ അടുത്ത് വന്നതിന് ശേഷം ഉൺഹോ കമ്പനിയിൽ എത്തിയിട്ട് ഇപ്പോൾ കുറെ നാളായിരിക്കുന്നു. നമ്മൾ ഇതുവരെയായിട്ടും ഒരു ടീം ഡിന്നർ പോലും പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ നമുക്ക് ഇവന് വേണ്ടിയിട്ട് ഒരു വെൽക്കമിംഗ് പാർട്ടിയൊക്കെ നടത്തിയാലോ എന്നൊക്കെ അവരും ജിയോനോട് ചോദിക്കുകയാണ്. പിന്നീട് അവരുടെ നിർബന്ധം സഹിക്കുവാൻ സാധിക്കാതെ ജിയോണും പാർട്ടിയൊക്കെ നടത്തിക്കൊള്ളുവാനും പറയുന്നു. സ്യൂഹുണും അമ്മയും കൂടി ചേർന്നിട്ട് ഇപ്പോൾ സ്യൂഹുന്റെ സഹോദരിനെ അടക്കിയ സ്ഥലത്തേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. സ്യൂഹുന്റെ സഹോദരിയും ഭർത്താവും മരിച്ചു പോയതാണ്. അവരുടെ മകനാണ് സ്യോജൂൺ. സോ സ്യോജൂണെ അവൾ സ്വന്തം മകനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവളുടെ സഹോദരിയുടെ മകനാണ് അത്. അവനിപ്പോൾ ചെറുപ്രായമായതുകൊണ്ട് തന്നെ അവന് കുറച്ചുകൂടി പ്രായമൊക്കെ വന്ന് അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന സമയത്ത് അവനോട് സത്യങ്ങളെല്ലാം തന്നെ ഞാൻ തുറന്നു പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വരുന്നതായിരിക്കുമെന്നൊക്കെ സ്യൂഹുണും അവർക്ക് വാക്ക് നൽകിയിട്ട് പോകുന്നു. അവരങ്ങനെ അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു രണ്ടു കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്ന ഉൺഹോയും അവർക്ക് വേണ്ടി ഒരു വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നത്. അത് കണ്ട് സുഹുണും ആകെ ഹാപ്പിയൊക്കെ ആകുന്നു. എങ്കിൽ പോലും നീ അവനെ സ്വന്തം മകനായിട്ടൊക്കെ നോക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനെ എതിർക്കേണ്ടതായിരുന്നു. നീ അങ്ങനെ അവനെ നോക്കുന്നത് കൊണ്ടല്ലേ നിനക്ക് മറ്റൊരു വിവാഹം പോലും കഴിക്കുവാനായിട്ട് സാധിക്കാത്തത്. എന്തായാലും ഇനി നിനക്ക് സമയമുണ്ട്. എനിക്ക് നിന്നെക്കാളും വലുതല്ല ആരുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അമ്മയും. അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെയല്ല കാര്യങ്ങൾ. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അവൻ എന്റെ മോനല്ലേ. അങ്ങനെ ഇരിക്കെ അവൻ ഹാപ്പി ആക്കുമ്പോൾ ഞാനും ഹാപ്പി ആക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിഹുണും പോകുന്നു. ജുഹോന്റെ അച്ഛനായിട്ടുള്ള വു ഇപ്പോൾ ജിയോണിനെയും ജുഹോണിനെയും ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ജിയോന്റെ കമ്പനിയിലെ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണ് വു. ജുഹോണിന് ഇങ്ങനെ അച്ഛന്റെ കൂടെ ഇരുന്ന് ഉപദേശമൊക്കെ കേട്ട് ഫുഡ് കഴിക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആദ്യം തന്നെ അവിടെ നിന്നും പോകുന്നു. ജിഹോൺ പെരുമാറുന്നത് കുട്ടികളെ പോലെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നവരെ പോലെ ആക്കുവാനായിട്ടൊക്കെ ആയിരുന്നു ജിയോന്റെ അടുത്ത് അവനെ ജോലിക്കായിട്ട് അച്ഛൻ അയച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവൻ നന്നായി തന്നെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ജിയോണും അച്ഛനെ അറിയിക്കുന്നു. ഒരു കോളേജിലെ സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിനിടയ്ക്കായിരുന്നു ജിയോന്റെ അച്ഛൻ കണ്ടുമുട്ടിയിട്ട് അച്ഛനും ജിയോന്റെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴും സ്പോൺസർഷിപ്പ് പരിപാടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ജിയോണിനെ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുവാനായിട്ട് തനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ അച്ഛനും പറയുന്നു. ജിയോണിനെയും ജംഗ്ഹുണിനെയും ഒന്നിച്ച് വിവാഹം കഴിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ കൂടി അച്ഛനുണ്ട്. ഇനിയും ഞാൻ എത്ര കാലമാണ് നിങ്ങൾ ഒന്നിക്കുവാനായിട്ട് കാത്തിരിക്കേണ്ടത്? ഇത്രയും നാളായിട്ടും നിനക്ക് അവനെ സ്വീകരിക്കാറൊന്നും ആയിട്ടില്ലേ എന്ന് കൂടി അച്ഛനും ചോദിക്കുന്നു. ജഹോണിനെ ജിയോൺ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഹൈസ്കൂളിൽ വെച്ചൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോഴും അവനൊരു കുട്ടിയെ പോലെ മാത്രമാണ് ജിയോൺ കാണുന്നത്. ഇനിയും എന്നെ അങ്ങനെ കാണാതെ ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിനക്കെന്നെ കണ്ടൂടെ എന്നൊക്കെ ജഹോൺ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ജിയോൺ നൈസായിട്ട് അവനെ റിജക്ട് ചെയ്ത് വിടുന്നു. ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് സെയിൽസ് എക്സിക്യൂട്ടീവിനെയൊക്കെ ജിയോണും കാണിക്കുകയാണ്. നീ ഉൺഹോയുടെ ബോസ് അല്ലേ? ഉൺഹോ നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ വളരെയധികം കഴിവുള്ളതാണെന്നും വളരെയധികം ഫേമസ് ആണെന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിവുള്ള വ്യക്തിയാണെന്നും അവൻ പറഞ്ഞു. നീ ഇത്രത്തോളം സുന്ദരിയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവും അവൾക്ക് ഒരു വെജിറ്റബിൾ ഡ്രിങ്ക് ഒക്കെ കൊടുക്കുകയാണ്. എന്തായാലും അവളെ അത്രയും പുകഴ്ത്തിയത് കൊണ്ട് തന്നെ അവളും അവരുടെ കയ്യിൽ നിന്നും കൂടുതൽ ഡ്രിങ്ക്സ് ഒക്കെ മേടിക്കുന്നു. ഊൺഹോയും ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുവാനായിട്ട് അവളുടെ റൂമിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരുപാട് വെജിറ്റബിൾ ജ്യൂസ് ഒക്കെ ഇരിക്കുന്നത് അവനും കാണുകയാണ്. എന്തിനാണ് ഇത്രയേറെ ജ്യൂസ് ഒക്കെ മേടിച്ചെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഇത് ഹെൽത്തി ആയിട്ടുള്ളതായതുകൊണ്ടാണ് താനും ഇത് മേടിച്ചതെന്നൊക്കെ അവളും അറിയിക്കുന്നു. പിന്നീട് അവളുടെ ഷർട്ടിന്റെ കോളറൊക്കെ ഊൺഹോ ശരിക്ക് വെച്ച് കൊടുക്കുന്നുമുണ്ട്. മാത്രമല്ല പോകുവാൻ തുടങ്ങുന്ന സമയത്ത് അവളോട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സും മറ്റുമൊക്കെ കുടിക്കുന്നത് നല്ലതാണെന്നും കൂടി പറയുന്നു. ഓഫീസിലെ രണ്ട് എംപ്ലോയീസ് വെൽക്കമിംഗ് പാർട്ടിക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവരിൽ ഒരാൾക്ക് ഉൺഹോനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെ വളയ്ക്കണമെന്നൊരു തീരുമാനത്തിൽ അവന്റെ അടുത്തിരിക്കുവാനായിട്ടൊക്കെ ആ പെൺകുട്ടി പ്ലാൻ ചെയ്യുകയും ഫ്രണ്ടിന്റെ അടുത്ത് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ജിയോൺ കൂടി കേൾക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയേറെ ഉപകാരമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവരും ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ അവൾ ഓർക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അവൾ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പലരും ഇതുപോലെ ഊൺഹോയുടെ പിന്നാലെയൊക്കെ നടക്കുന്നത് അവളുടെ ശ്രദ്ധയിലും പെടുന്നുണ്ട്. ഒരുപാട് നേരം വർക്കൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഉൺഹോയിനൊക്കെ അവൾ വിളിക്കുന്നുണ്ടെങ്കിലും അപ്പോഴായിരുന്നു ഓഫീസിലുള്ള എല്ലാവരും തന്നെ വെൽക്കമിംഗ് പാർട്ടിക്കൊക്കെ പോയെന്നുള്ള കാര്യം അവളും മനസ്സിലാക്കുന്നത്. ആ ഒരു പാർട്ടിയൊക്കെ വെച്ചതിന്റെ പ്രധാന ഉദ്ദേശം കിംഹയും കിമങ്ങും തമ്മിൽ സംസാരിക്കണം എന്നതൊക്കെയാണല്ലോ. അങ്ങനെ ഇരിക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളതൊക്കെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്.
പിന്നെ എല്ലാവരും തന്നെ പാർട്ടിയൊക്കെ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യണമെന്നൊക്കെ മിയയെ പറയുമ്പോഴത്തേക്കും എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാനായിട്ട് കഴിയുകയില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ എല്ലാ ചിലവും ഞാൻ വഹിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന കാർഡൊക്കെ കൊടുക്കുകയാണ് ജുങ്ഹോണും. ഈ ഒരു സമയത്താണ് കിമ്മിനൊരു കോളൊക്കെ വന്നിട്ട് അർജന്റായിട്ട് കിം വെളിയിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ ക്യൂഹയുടെ അടുത്തായിരുന്നു ഉൺഹോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നേരത്തെ കിം ഇരുന്ന സ്ഥലത്തേക്കൊക്കെ അവനും മാറിയിരിക്കുന്നു. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കിം എത്തുമ്പോഴത്തേക്കും ക്യൂഹയുടെ അടുത്തുള്ള ഒരേ ഒരു സീറ്റ് മാത്രമേ മിച്ചമുണ്ടാവുകയുള്ളൂ. സോ അവന് ക്യൂഹയുടെ അടുത്ത് ഇരിക്കുവാനും പിന്നീട് ആ ഒരു രീതിക്ക് സംസാരിക്കുവാനും സാധിക്കും. അതാണ് അവരുടെയും പ്ലാൻ. എന്തായാലും ആ ഒരു പ്ലാനൊക്കെ നന്നായി തന്നെ നടക്കുന്നുണ്ട്. പിന്നീട് ഉൺഹോയും ഡ്രിങ്ക്സ് ഒക്കെ ടോസ്റ്റ് ചെയ്യുവാനായിട്ട് കിമ്മിനെ ക്ഷണിക്കുകയാണ്. ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അങ്ങനെ കിമ്മും അവന്റെ കയ്യിലുള്ള ഒരു തമാശയൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെയുള്ള ആർക്കും തന്നെ ചിരി വരുന്നില്ലെങ്കിലും കുഹ അറിയാതെ ഒന്ന് ചിരിച്ചൊക്കെ പോകുന്നു. സോ അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയ സന്തോഷത്തിൽ എല്ലാവരും തന്നെ ചിരിക്കുകയാണ്. എന്തായാലും കുംഹയുടെയും കിമ്മിന്റെയും ഹ്യൂമർ സെൻസ് ഒക്കെ ഒരേ രീതിക്കാണ് വർക്ക് ആകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യൂറിങ് സംസാരിക്കുമ്പോഴത്തേക്കും തെറ്റ് എന്റെ ഭാഗത്തായിരുന്നു. ഞാനും റിപ്പോർട്ടൊക്കെ ചെയ്യാതെ ആയിരുന്നു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്നോട് നീ ക്ഷമിക്കണമെന്നൊക്കെ കുംഹ പറയുമ്പോഴത്തേക്കും എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറഞ്ഞ് കിം തിരിച്ച് കുംഹയുടെ അടുത്തും ക്ഷമയൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവും ആകുന്നു. എല്ലാവരും ഒരുപാട് ഹാപ്പി ആവുകയാണ്. ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു ജിയൂണും. അങ്ങനെ ഇരിക്കെയാണ് ഉൺഹോയുടെ മെസ്സേജസും അവൾ കാണുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോണമെന്ന് അവൻ അയച്ചതിന്റെ കൂടെ തന്നെ നിന്റെ മനസ്സ് വല്ലതും മാറുകയാണെങ്കിൽ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് കൂടി നീ എത്തണമെന്ന് പറഞ്ഞു പാർട്ടി നടക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് കൂടി അവൻ അയച്ചിട്ടുണ്ടായിരുന്നു. ബ്യോളിനെ കോൾ ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉൺഹോയും. ഈ ഒരു സമയത്താണ് ചുങ്ഹോണും അതിൽ നടന്നു പോകുന്നതൊക്കെ ഉൺഹോയുടെ ശ്രദ്ധയിലും പെടുന്നത്. ചുങ്ഹോണ് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അവനും പോയത്. പിന്നീട് ഉൺഹോ സ്യൂഹോണോട് കൂടി സംസാരിച്ച് ഫോണൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതുവഴിയെ ഒരു ഫയർഫോഴ്സിന്റെ വണ്ടിയൊക്കെ പോകുന്നത് അവന്റെ ശ്രദ്ധയിലും പെടുന്നു. പക്ഷെ ആ ഒരു സൗണ്ട് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും അവൻ അവന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് കൂടി ആലോചിച്ചൊക്കെ നോക്കുകയാണ്. തീ പിടിക്കുന്ന ഒരു ബിൽഡിങ്ങിലൊക്കെ നിൽക്കുന്ന കാഴ്ചയായിരുന്നു അവനും ആ ഒരു സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ജിയോണും ഉൺഹോനെ വിളിക്കുന്നു. നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിയൂൺ ഉൺഹയുടെ അടുത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ടീമിലെ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ അകത്തുനിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. ചിയൂണിനെ കണ്ട ഉടനെ തന്നെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്ന മിയയും അവളെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് വീണ്ടും ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാനായിട്ട് പോവുകയാണ്. ഇനി ജുങ്ഹോണും ധൃതിയിൽ പോയിട്ടുണ്ടായിരുന്നത് ജിയൂണിനെ കാണുവാനായിട്ടായിരുന്നു. ജിയൂൺ ഫുഡൊന്നും കഴിക്കാതെ ഓഫീസിൽ ഇരിക്കുകയായിരിക്കുമെന്ന് വിചാരിച്ച് അവനും ഓഫീസിലേക്ക് ഫുഡൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴേക്കും അവൾ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജിയോൺ അത്രയ്ക്ക് ഇഷ്ടത്തിലൊന്നും ആയിരുന്നില്ല അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഓരോരുത്തരായിട്ട് ജിയോന്റെ കൂടെ ഇരുന്ന ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോഴത്തേക്കും കുടിച്ച് അവളും ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ ആകുന്നുണ്ട്. അങ്ങനെയിരിക്കെ അടുത്ത ഡ്രിങ്ക്സ് ഒക്കെ അവൾ എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഉൺഹോയും അവളെ തടഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് കുടിക്കുന്നു. ജിയോന്റെ ഒപ്പം ഇരുന്ന് പാട്ടൊക്കെ പാടുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പലരും അവരുടെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവര് ഉഡോയുടെ അടുത്ത് കൂടി അഭിപ്രായമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനും ജിയോനെ മാത്രമായിരുന്നു ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.